ഒരു LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ലെറ്റേഴ്സ് അവർ പഠിച്ചു വരുന്നതേ ഉള്ളല്ലോ. അപ്പോൾ ആൽഫബറ്റ്സ് എഴുതുമ്പം മിറർ ഇമേജ് ആയിട്ട് എഴുതാറുണ്ട്. ഇപ്പം B എഴുതുമ്പോൾ അവരെ തിരിച്ചെഴുതുക. എന്നോട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പേരന്റ് ചോദിച്ചു, വലിയ കൺസേൺ ആയിട്ടാണ് ചോദിക്കുന്നത്, ഈ മിറർ ഇമേജ് എന്നത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമാണോ? ഒരു LKG പഠിക്കുന്ന ഒരു കുഞ്ഞ് അല്ലെ എഴുതി തുടങ്ങുന്ന ഒരു കുഞ്ഞ് മിറർ ഇമേജ് എഴുതി എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ടതില്ല. അവർ UKG ചെന്നപ്പോഴും അങ്ങനെ തന്നെ എഴുതിയെങ്കിലും പേടിക്കേണ്ടതായിട്ടില്ല. അത് ഒരു മിറർ ഇമേജ് എന്നത് മാത്രം ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിംറ്റം ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 7 വയസ്സ് കഴിഞ്ഞു, 8 വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞിന് ആ മിറർ ഇമേജ് എഴുതാൻ അതായത് അവൻ്റെ കറക്റ്റായിട്ട് ആൽഫബറ്റ്സ് എഴുതാൻ പറ്റുന്നില്ല. വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അവന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് എഴുതുന്നത്, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് മിറർ ഇമേജിനെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടത്. എഴുതി തുടങ്ങുന്ന കുഞ്ഞ് മിറർ ഇമേജ് എഴുതി എന്ന് കരുതി ഒരിക്കലും ആ കുഞ്ഞിന് ലേണിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ ഒരു ചെറിയൊരു F ഇങ്ങനെ തിരിച്ച്, ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, 9 എഴുതുമ്പോൾ തിരിച്ചവർ എഴുതും, ചിലർ മുകളിൽ നിന്ന് താഴോട്ട് എഴുതും. അതൊക്കെ ഒരു നോർമൽ പാറ്റേൺ ആണ്, കാരണം അവർ എഴുതി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരു 8 വയസ്സ് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ മാത്രമാണ് നമ്മളതൊരു കൺസേൺ ആയിട്ട് എടുക്കേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം, അല്ലെ ഒരു LD അസിസ്റ്റൻ്റ്, അതായത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ തന്നെ സ്പെഷ്യലൈസേഷൻ എടുത്ത അസിസ്റ്റൻസിനെ പോയി കാണാം. അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എങ്ങനെയാണ്, നമുക്ക് നോക്കാം ആ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം മിറർ ഇമേജ് എഴുതി എന്ന് കരുതി കുഞ്ഞിന് ഒരു ലേണിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് ഒരിക്കലും ഓർത്ത് വയ്ക്കുക കൂടി ചെയ്യരുത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക്, അയ്യോ എൻ്റെ കുഞ്ഞ് മിറർ ഇമേജ് ആണല്ലോ എഴുതുന്നത്, അല്ലെ അവൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അത് തിരുത്തുന്നില്ലല്ലോ എന്നോർത്ത് നമുക്കൊരു ടെൻഷൻ വരും. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പം മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വരാം, അല്ലെ ഡിസ്ലെക്സിയ എന്നുള്ളൊരു ഭാഗമായിട്ട് വരാം. പക്ഷെ ഒരിക്കലും അതിനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല.